ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത്, അകത്തേക്ക് കയറി സത്യപ്രതിജ്ഞ ചെയ്യാനാണ്. അങ്ങനെ MLA മാരുണ്ട്, വളരെ ചുരുക്കമായിരിക്കും. വേറെ ആളുകളുണ്ടോ എന്നറിയില്ല. പക്ഷെ എനിക്കിപ്പോൾ അറിയാവുന്നത് ഫൈസൽ ബാബു മാത്രമാണ്. കോഴിക്കോട് സൗത്ത് MLA ആണ്. ഞാൻ നിയമസഭയ്ക്കകത്ത് ഇനി MLA ഒക്കെ ആയിട്ട് കയറുള്ളൂ എന്ന് വല്ലതും വിചാരിച്ചിരുന്നോ? ഒരിക്കലും അങ്ങനെയില്ല. തമാശ. നിയമസഭാ സാമാജികനായി സഭക്കകത്ത് വന്നു എന്നത് ഞാൻ തന്നെ പെട്ടെന്നാണ് അത് ഓർത്തത്. ഞാൻ ആക്ച്വലി ഇവിടെ ലോ പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഫസ്റ്റിൽ ഇവിടെ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വഴി ഞാൻ കണ്ണൂരാണ് ലോ ഫിനിഷ് ചെയ്തത്. അപ്പോൾ ആ ഒരു 1.5 വർഷം ഇവിടെ നിന്നപ്പോഴും പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോൾ MLA-മാരെ കണക്ട് ചെയ്ത് അവർക്ക് പാസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന പല ജോലികൾ സഭയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നഗരത്തിൽ വരുമ്പോൾ സഭ ഇവിടെ ഉണ്ട്, അസംബ്ലി ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം എന്നൊരു മൂഡാണ്. പല സാഹചര്യങ്ങളാൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഒരു ഭയങ്കരമായൊരു കൗതുകമായി കയറണമെന്ന് ഒരു പക്ഷെ അന്ന് ആ സമയത്ത് ആലോചിച്ചിട്ടുമില്ല. ഇതൊരു ദൈവനിയോഗം പോലെ, ഒരു അനുഗ്രഹം പോലെ സഭയിൽ ആദ്യം കയറുന്നത് സഭയിലെ സാമാജികനായിട്ടാണ് എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യം. ഫൈസൽ ബാബു എന്ന് പറഞ്ഞ് സത്യവാചകം ചൊല്ലുമ്പോൾ ഈ കാര്യം അങ്ങനെ മനസ്സിലോർത്തു. അതിനകത്ത് പോകുമ്പോൾ ഒരു കൗതുകമുണ്ട്. നമ്മളൊരു ഫസ്റ്റ് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു സ്കൂളിലും കോളേജിലൊക്കെ ആദ്യം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൗതുകമുണ്ട്. സഭയ്ക്കകത്ത് ഫൈസൽ ബാബുവിനെ കണ്ടപ്പോൾ 2 പ്രത്യേകതയാണ് തോന്നിയത്. ഒന്ന് ഈ കോസ്റ്റ്യൂം. എന്നും ഇങ്ങനെ തന്നെയാണോ? ഞാൻ കോഴിക്കോട് സൗത്ത് സിറ്റിയുടെ ഒരു ജനപ്രതിനിധിയാണ്. ഇത് എന്റെ സഹപ്രവർത്തകരൊക്കെയാണ്. ഇവരൊക്കെ സാധാരണ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവുക. ഇന്നിപ്പോ അങ്ങനെ ഇവര് അപ്പം അതിന് നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ഇല്ല, മാറി തീർച്ചയായിട്ടും. അതിനൊരു രാഷ്ട്രീയക്കാരനായി ഇങ്ങനൊരു കള്ളിയിൽ നിൽക്കണം, അതിന് ഇങ്ങനൊരു കോസ്റ്റ്യൂം വേണം എന്നൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ ജീവിത വഴിയിൽ ഈ ഉത്തരവാദിത്വത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മുന്നിലൊരു ഇപ്പോൾ VD സതീശൻ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. അത് ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ അവരുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ തോളിൽ കൈയിട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് വന്നിട്ടുള്ളത്. മറുവശത്ത് മിനിസ്ട്രി ഫോർ സീനിയർ സിറ്റിസൺസ്, ഇന്ത്യയിൽ ഒരു പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റ് വരികയാണ്, ഇവിടുത്തെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ ഗവൺമെന്റ്, പുതിയ പ്രതീക്ഷകൾ, കേരളത്തിനൊരു പുതിയ പ്രഭാതം സംഭവിച്ച ദിവസമാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പൊ അടിപൊളിയാക്കട്ടെ. ഇതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി നിയമസഭയിലേക്ക് ആദ്യം കയറുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അതാണ് ഫൈസൽ ബാബു നമ്മളോട് ഷെയർ ചെയ്തത്.